ോട് വാള് നല്ല ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷം അതിലേക്കൊരു നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു 2 ലീഫ് വരുന്ന ഫോൾഡബിൾ ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനനുബന്ധമായിട്ട് തന്നെ ഒരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാറ്റേണിലോ മോഡലിലോ യാതൊരുവിധ ചേഞ്ചസും വരാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർച്ചിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വരുന്നത് GA ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ലൈറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. വ്യത്യസ്തത അവകാശപ്പെടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. വീട്ടിന് ഭംഗിയാകുന്ന രീതിയിൽ മാച്ചാകുന്ന രീതിയിലും ആയതുകൊണ്ട് തന്നെ ഒട്ടും അതിൻ്റെ ആ ഒരു സ്റ്റൈലിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ടോട്ടൽ ലുക്കിന് അത് മാച്ചായിട്ട് തന്നെ പോകുന്നുണ്ട്. വീട്ടിൻ്റെ ലൈനുമായിട്ട് മാച്ചാകുന്ന രീതിയിൽ തന്നെയാണ് അത് ലേ ചെയ്തിട്ടുള്ളത്. അത് സമാന്തരമായിട്ട് തന്നെ തറ വരുന്ന ഭാഗത്തേക്ക് വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. കജാരയുടെ ടൈൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുകളിലായിട്ട് സ്കേർട്ടിങ് വരുന്നത് 15 mm കജാരയുടെ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡ് വ്യൂവിലൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. ആ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ തീർത്തും മാച്ചാവുന്ന രീതിയിൽ ചുരുക്കിയിട്ടാണ് ആ ഒരു ഡിസൈൻ കൂടി കൊണ്ടുവന്നുള്ളത്. മുകളിലെ ആ ഒരു ഭാഗത്ത് വരുന്ന സമയത്തേക്ക് ഒരു ചെറിയൊരു വെർട്ടിക്കലായിട്ടുള്ളൊരു GI ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊരു കിളിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂടും, അത്യാവശ്യം പെറ്റിനോടും ഫിഷിനോടൊക്കെ ക്രേസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്.